രായമംഗലം പഞ്ചായത്ത് 19-ാം വാർഡ് വട്ടിക്കാട്ടുപടി നടപ്പാതയുടെ ഉദ്ഘാടനം നടന്നു. രായമംഗലം പഞ്ചായത്ത് 19-ാം വാർഡിൽ OM റോഡിനെയും MC റോഡിനെയും ബന്ധിപ്പിക്കുന്ന നടപ്പാതയുടെ ഉദ്ഘാടനം രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. നമ്മുടെ ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യമായ കൈവരി നമ്മുടെ ഈ സൈഡിലൂടെ ഏറ്റവും പ്രയോജനപ്രദമായ രീതിയിൽ ചെയ്യാൻ വേണ്ടി തുടക്കം കുറിച്ചവരെ നമ്മൾ സ്മരിക്കുന്നു. അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ 5 ലക്ഷവും ഈ ജനങ്ങളുടെ പൊതുനന്മയ്ക്ക് വേണ്ടി ജനങ്ങളോടൊപ്പം നിന്ന് പിരിച്ച പൈസയും കൂടി ഇവിടെ നല്ല രീതിയിൽ ഈ കൈവരി നിർമ്മിച്ച ഈ പ്രദേശവാസികളെയും ബാവക്കുഞ്ഞിനെയും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ തുടർന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ പഞ്ചായത്തുമായി ആലോചിച്ച് കമ്മിറ്റിയിൽ ചർച്ച ചെയ്തതിന് ശേഷം ഇതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങൾ ഫണ്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഫണ്ട് 3-ാം ഗഡു നമുക്ക് വരേണ്ടതായിരുന്നു, അത് വന്നിട്ടില്ല. അത് ഇനിയിപ്പോൾ അടുത്ത ഒരു 20% കൂടി കിട്ടിയാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ഇതിൻ്റെ ഒരു സഹായമായി ഞങ്ങളുടെ വൈസ് പ്രസിഡൻറ്റും ഞങ്ങളൊക്കെ കൂടി ആലോചിച്ച് ഇത് നൽകുന്നൊരു തീരുമാനത്തിലേക്ക് പോകാമെന്നുള്ളൊരു കാര്യം നിങ്ങളെ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ നല്ലൊരു കാര്യം ഇവിടെ ചെയ്തു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രദേശവും വളരെ മനോഹരമാക്കി തീർക്കേണ്ടതുണ്ട്. ഈ കുടിവെള്ളം ജലസേചനത്തിനുള്ള വെള്ളമാണ്. അതിൻ്റെ അപ്പുറേ നമ്മളൊരു ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ട് വരരുത്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റേതൊക്കെ മാലിന്യങ്ങൾ അപ്പുറ സൈഡൊക്കെ നമുക്കുണ്ട്, അതൊക്കെ ഒന്ന് പരിഹരിച്ചു പോകണം. നല്ല ഭംഗിയായിട്ട് ഇവിടെ ചെയ്ത ബാവക്കുഞ്ഞിനെയും ഈ പ്രദേശവാസികളെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഈ കൈവരി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. പ്രദേശവാസികളുടെ ഏറെക്കാലത്തെ ആവശ്യമായിരുന്ന നടപ്പാത യാഥാർത്ഥ്യമായതോടെ കാൽനട യാത്രക്കാർക്ക് സുരക്ഷിതമായ യാത്രാ സൗകര്യം ലഭ്യമാകും. നടപ്പാതയുടെ നിർമ്മാണം പൂർത്തിയായതോടെ മഴക്കാലത്തുൾപ്പെടെ കാൽനട യാത്രക്കാർ നേരിട്ടിരുന്ന ബുദ്ധിമുട്ടുകൾക്കും പരിഹാരമാകും. വാർഡ് മെമ്പർ KA ബാവാക്കുഞ്ഞ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഈ വഴിയുടെ നാൾ വഴി എല്ലാവർക്കും അറിയാം. നമ്മൾ ഇപ്പോൾ പഞ്ചായത്തിൽ നിന്ന് കേവലം 40% വർക്കാണ് നമുക്ക് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. ബാക്കിയെല്ലാം നമ്മൾ തന്നെ പിരിച്ച് ഇതിൽ 10,000 എടുത്തവരുണ്ട്. അങ്ങനെ എല്ലാവരും പൈസ കയ്യിൽ നിന്ന് എടുത്താണ് ബാക്കി 70% നമ്മൾ ക്ലിയർ ചെയ്തത്. ബാക്കി 30% നല്ല തുക വരുന്ന വർക്കാണ്. 5 ലക്ഷം രൂപ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചാണ് ഇത്രയും ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കി കുറച്ച് പോർഷനും കൂടി ഇതുപോലെ നടവഴിയുടെ സൈഡ് ഗ്രില്ലിട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് ഏതായാലും പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും മുന്നിൽ നമ്മുടെ നിവേദനം പോലെ സമർപ്പിക്കുകയാണ്. അൻസാറിയൻ സ്വാഗതം പറഞ്ഞു. ജോയി പൂണേലി, KMS മുഹമ്മദ് എന്നിവർ ആശംസകൾ നേർന്നു. ആകെ ഒരു ആശ്രയം ഈ നടവഴിയായിരുന്നു. ഈ കരകൾ തമ്മിൽ ബന്ധപ്പെട്ട് ഇരിങ്ങോട് വരെയും ജനങ്ങൾ കാരണന്മാർ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. കാരണം ബസ് അല്ലെങ്കിൽ നമ്മുടെ ഇരിച്ചു റോഡിലേക്ക് വന്നെങ്കിൽ ഇതൊരു നടവഴിയായിരുന്നു. ഇത് ഇവിടുന്ന് ഇരിങ്ങോട് വരെയുള്ള ആളുകൾ ബസ് യാത്ര ചെയ്യാനൊക്കെ വന്നുകൊണ്ടിരുന്ന ഒരു നടവഴിയാണ്. അത് ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നു. കാരണം നമുക്ക് അത് അത്രമാത്രം ഈ പ്രദേശവുമായി ബന്ധമുണ്ട്. അത് പുനഃസ്ഥാപിച്ച് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ഇവിടുത്തെ ഇന്നത്തെ കാരണന്മാരുടെ ഓർമ്മയ്ക്കായി ഈ നടവഴി സ്ഥാപിച്ച എല്ലാവരെയും ഗ്രാമപഞ്ചായത്ത് പേരിൽ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഇനി തീരാനുള്ള വർക്കുകളൊക്കെ സമയബന്ധിതമായിട്ട് പഞ്ചായത്തും അതിൻ്റെ കൂടെ നിന്ന് ചെയ്യാൻ തയ്യാറാണെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഹനീഫ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.